നമുക്ക് ഇനി കോഴിക്കോട്ടേക്ക് പോകാം. റിയാസ്, എങ്ങനെയാണ് മലബാറിലെ വടക്കൻ കേരളത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? കണ്ണൂരും കാസർഗോഡും ഒക്കെ മുന്നറിയിപ്പ് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? എന്തായാലും വടക്കൻ കേരളത്തെ സംബന്ധിച്ച് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് നേരിയ തോതിൽ മഴ പെയ്തു തുടങ്ങുകയും പിന്നീട് രാത്രിയിൽ വളരെ ശക്തമായ മഴ പെയ്യുകയും ചെയ്തിരുന്നു. മഴയേക്കാൾ ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു ഇന്ന് പുലർച്ചെയൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഉണ്ടായ മഴയിലൊക്കെ മരം കടപുഴകി വീഴുന്ന സാഹചര്യവും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മാവൂരിൽ ഒരു വീടിന് മേൽക്കൂര തകർന്ന് നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ ഒരു നാശനഷ്ടം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം തന്നെ തീരദേശത്തെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ഒപ്പം തന്നെ തീരദേശത്ത് താമസിക്കുന്നവർക്കുമെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കടലെല്ലാം തന്നെ കടൽ തിരമാലകൾ അടിച്ച് കരയിലേക്ക് കയറുന്നൊരു സാഹചര്യമുണ്ട്. കടൽക്ഷോഭം ചെറിയ തോതിൽ വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ അതിന് ഒന്നുകൂടി അത് കൂടാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മഴ പെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി കണ്ണൂരായാലും കാസർഗോഡായാലും കോഴിക്കോടായാലും പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ വലിയ പ്രതിസന്ധി മഴ പെയ്യുമ്പോൾ വലിയ തോതിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടാവുകയും ചിലയിടങ്ങളിൽ വാഹനങ്ങൾ ഇരുചക്ര വാഹന യാത്രികരെല്ലാം തന്നെ ഈ വെള്ളക്കെട്ടിൽ വീണ് തെന്നി വീഴുന്ന ഒരു സാഹചര്യവും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. പലർക്കും നിസാര പരിക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ആശ്വാസകരമാണ്. പക്ഷേ ഇങ്ങനെ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്, പ്രശ്നമുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യം ഉണ്ട്. അപ്പോഴും മഴ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ മഴയ്ക്കൊരു ഉണ്ട് എങ്കിലും മലയോര മേഖലകളിലെല്ലാം തന്നെ മഴ തുടരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ.